ഒരു രാജസ്ഥാനി നാടോടി കഥയാണ്. കഠിനമായ വേനൽക്കാലത്ത് കിണറുകൾ വറ്റുമ്പോൾ രാജസ്ഥാനിലെ കുടുംബങ്ങൾ അന്യ സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റും. അങ്ങനെ ഒരു കുടുംബം കിണർ വറ്റിയപ്പോൾ ജലദൗർബല്യം കൊണ്ട് വിഷമിച്ചപ്പോൾ വീട് വിട്ടു പോവുകയാണ്. ആ വീട്ടിൽ ഒരച്ഛനും ഒരു രണ്ടാനമ്മയും 2 പെൺകുട്ടികളുമാണ്. പെൺകുട്ടികൾക്ക് 4ഉം 2ഉം വയസ്സ് പ്രായം. രണ്ടാനമ്മ ഈ കുട്ടികളെ ഒഴിവാക്കാൻ വളരെ കാലമായി ആശിക്കുന്നു. ഭർത്താവാകട്ടെ ഈ രണ്ടാനമ്മയ്ക്ക് കീഴടങ്ങി നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഇക്കുറിയത്തെ വേനൽ നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളും പുറപ്പെട്ടു. അച്ഛനാണെങ്കിൽ അവരെ കൂട്ടണം എന്ന നിർബന്ധക്കാരൻ. പക്ഷേ രണ്ടാനമ്മ പറഞ്ഞു, അവരെ കൂട്ടാൻ പറ്റുകയില്ല. കുറേ കാലമായി ഞാൻ സഹിക്കുന്നു, അവരിവിടെ നിൽക്കട്ടെ. അവരെങ്ങനെ ജീവിക്കുമെന്നാണ് നീ പറയുന്നത്? അവർ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാമല്ലോ എന്നവർ പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും പുറത്തിറങ്ങുമ്പോൾ അച്ഛൻ കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടികളുടെ അവസ്ഥ ഓർത്തിട്ട്. 4ഉം 2ഉം വയസ്സായ ആ പെൺകുട്ടികളോട് അമ്മ പറഞ്ഞു, ഞങ്ങൾ വൈകുന്നേരം വരും, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ. അവർ പുറപ്പെട്ടു. ഇളയ കുഞ്ഞ് ഉച്ചയാകുമ്പോൾ പറഞ്ഞു, വിശക്കുന്നു. അവളുടെ ഏടത്തി അവളോട് പറഞ്ഞു, അച്ഛനും അമ്മയും വൈകുന്നേരം വരും എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. വൈകുന്നേരമായി, സന്ധ്യയായി, രാത്രിയായി. ഇളയ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഏടത്തി അവളോട് പറഞ്ഞു, അച്ഛനും അമ്മയും വൈകുന്നേരം വരാമെന്നല്ലേ പറഞ്ഞത്, വൈകുന്നേരം ആയിട്ടുണ്ടാവില്ല. പിറ്റേ ദിവസമായി, അടുത്ത ദിവസമായി. തളർന്ന് കരഞ്ഞ കുഞ്ഞിനോട് അവൾ പിന്നെയും പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോൾ അവർ വരും, വരാതിരിക്കില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. അവർ മടങ്ങി വരികയാണ്. വർഷകാലമായി. അച്ഛൻ ധൃതി പിടിച്ച് അകത്തേക്ക് നടന്നു. അയാൾ കാണുന്നത് ആ 2 കുഞ്ഞുങ്ങളും കളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വലിയ സന്തോഷത്തിൽ അയാൾ കൈനീട്ടി അടുത്ത് ചെന്നു. ഒരു നിമിഷം അയാൾക്കുണ്ടായ ഒരു തോന്നൽ മാത്രമായിരുന്നു അത്. അവരെ കാണാനുണ്ടായിരുന്നില്ല. ഭാര്യ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ഗോഷ്ടിയാണ് കാണിക്കുന്നത്? ആ മൂലയിൽ കണ്ടില്ലേ പിടഞ്ഞു കിടക്കുന്ന 2 കുഞ്ഞ് അസ്ഥികൂടങ്ങൾ? അതാണ് നിങ്ങളുടെ മക്കൾ. അതിജീവനത്തിൻ്റെ കാരുണ്യമില്ലായ്മയെക്കുറിച്ച് ഇതിലും കഠിനമായ ഒരു കഥ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടു.